മസിൽ പിടിച്ചിട്ട് ഒന്ന് ഹാപ്പിയായി ചിരിച്ചാൽ മതി ഫ്രണ്ട്സ്. ചിരിച്ചാൽ തന്നെ ഒത്തിരി ഇഷ്യൂസിന് ആൾക്ക് മാറ്റം വരും. ആൾ ചിരിക്കാൻ മടിയാണ്, ചിരിക്കില്ല. ചിരിക്കുകയാണെങ്കിൽ തന്നെ പൊട്ടിപ്പിടിച്ച് കഷ്ടപ്പെട്ടൊക്കെ ചിരിക്കും. ഒന്ന് ഹാപ്പിയായി ചിരിച്ച എല്ലാവരും. യെസ്, വളരെ സന്തോഷം. ഒന്ന് ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് ജീവിക്കണം. എത്രയോ ആളുകളുണ്ട് സാറേ, എൻ്റെ ഈ ഒരു വിഷയം തീരട്ടെ സാർ, എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനത്തിൽ നിൽക്കാൻ. ഒരു കാലത്ത് തീരില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. സാർ എനിക്ക് എന്താ പറയാ, എൻ്റെ ഇത്ര ബാധ്യത ഉണ്ട് സാർ, എങ്ങനെ ഈ സമയത്ത് ഞാൻ ചിരിക്കും? കഴിയില്ല, ഇതൊന്ന് തീരട്ടെ സാർ എന്നിട്ട് ചിരിക്കാം. അത് നടക്കില്ല. അല്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിൽ ഇഷ്യൂസ് ഉണ്ട് സാർ. വലിയ ഇഷ്യൂ ആണ്, ചെറിയ ഇഷ്യൂ ഒന്നല്ല. അത് മനസ്സിൽ കടന്ന് അലട്ടുകയാണ്. എങ്ങനെ ചിരിക്കും സാർ? അതൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് സാർ പറയുന്ന പോലെ ചിരിക്കുക കളിക്കുകയോ ഒക്കെ പറ്റും. അതൊക്കെ ഒഴിവാക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർന്നാൽ, അപ്പൊ നിങ്ങൾ ഡൊമിനേഷൻ ആ പ്രശ്നമാണ്. ഈ ഇഷ്യൂ തീർന്നാൽ ഞാൻ ചിരിക്കാം, ഈ ഇഷ്യൂ അവസാനിച്ചാൽ ഞാൻ ചിരിക്കാം. അപ്പം നിങ്ങളുടെ ഡൊമിനേഷൻ ആ ഇഷ്യൂലാണ്. ഞാനിപ്പോ നേരത്തെ ആ മെഡിറ്റേഷനിൽ പറഞ്ഞു, നമ്മുടെ മൂല കോപ്പിയിൽ, അതായത് ഒറിജിനൽ കോപ്പിയിൽ എന്താണ് ഉള്ളത് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ പുറത്തു. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ, ഒറിജിനൽ നമ്മുടെ എന്താ പറയാ, പിന്നെ ഉള്ളിലുള്ള സോഫ്റ്റ് കോപ്പിയിൽ, ഒറിജിനൽ കോപ്പിയിലുള്ളത് സാർ ഈ പ്രശ്നമാണ് ഇപ്പോൾ എനിക്കുള്ളത് സാർ, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ട് ലൈഫിൽ വേറെ ഒന്നും കിട്ടില്ല. ഈ അത്ഭുതം എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് അത്ഭുതം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത് അത്ഭുതമുണ്ടോ, ഒന്ന് ടൈപ്പ് ചെയ്തേ. അത്ഭുതമുണ്ടോ, ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ ടൈപ്പ് ചെയ്യും, എനിക്കറിയാം. ഉണ്ട് 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 ഉണ്ട്. പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ഞാൻ പറയുന്നു, അങ്ങനെ അത്ഭുതം ഇല്ല. അത്ഭുതം എന്നത് അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അത്ഭുതത്തിൽ വിജയിക്കുന്ന ആൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം അത്ഭുതത്തിൽ വിജയിക്കുന്നവരൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത്ഭുതത്തിനെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ അത്ഭുതകരമായി വിശപ്പ് മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറെ സമയം ഭക്ഷണം കഴിക്കാതെ ഇരുന്നപ്പോൾ വയറെന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചങ്ങനെ നിന്നുള്ളൂ. അപ്പൊ കുറച്ചു നേരം നമുക്ക് തോന്നി, വിശപ്പില്ലാതെ തോന്നി എന്നതിനർത്ഥം എല്ലാ കാലത്തും ഇത് സംഭവിക്കുമെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. എല്ലാ കാലത്തും അത് സംഭവിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. ആ സമയത്ത് നിങ്ങൾക്ക് വിശപ്പില്ല, കുറച്ച് സമയത്ത് എന്നതുപോലെയാണ് ഈ അത്ഭുതം. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത്ഭുതത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് തെളിവുകളും ശാസ്ത്രീയ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമായിരിക്കണമെന്ന് ആമുഖമായിട്ട് ഞാൻ പറയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഈ പ്രിന്റ്, അതായത് അകത്തുള്ള ഈ ഒരു സോഫ്റ്റ് കോപ്പിയിൽ, ഒറിജിനൽ കോപ്പിയിൽ ഇല്ലാത്തത് പുറത്ത് അത്ഭുതകരമായി കിട്ടും എന്ന് ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്തു, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പേപ്പർ എടുത്ത് പ്രിന്റിൽ വെച്ചു. നമ്മൾ പ്രിന്റ് നെക്കി, മറ്റൊന്നും ഒന്നും ഉപയോഗിച്ചില്ല, പ്രിന്റ് നെക്കി. അപ്പോൾ നമുക്ക് ഒരിക്കലും തമിഴിലുള്ള അതിന്റെ കോപ്പി കിട്ടില്ല. ഒരുത്തം പറയാണ്, ഞാൻ ഇംഗ്ലീഷാണ് വെച്ചത്, തമിഴിൽ കിട്ടി. അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നത്, ചിരിക്കണം. എല്ലാവരും നന്നായിട്ട് ചിരിക്കാൻ പഠിക്കണം. നമ്മൾ ആയാസരഹിതമായി ജീവിക്കണം. അപ്പോഴേ നമ്മുടെ പ്രശ്നം മാറും. അതല്ലാതെ ചിരിക്കാതെ എപ്പോഴും ഗൗരവത്തിൽ നിന്നുകൊണ്ട് എപ്പോഴും എന്താ പറയാ, എൻ്റെ ഇഷ്യൂസ് ഒക്കെ തീരട്ടെ സാർ, എന്നിട്ട് വേണം എനിക്കൊന്ന് വരസാൻ. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയാറുണ്ട്, സാറേ സർവീസ് ഒന്ന് കഴിയട്ടെ സാർ, എന്നിട്ട് വേണം ഒരു ടൂർ അടിക്കാൻ, എന്നിട്ട് വേണം ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ, എന്നിട്ട് വേണം മാസത്തിൽ ഒരിക്കലെങ്കിൽ ഒരു ഫിലിമിനൊക്കെ പോവാൻ, ഒരു സിനിമയൊക്കെ കാണാൻ, ഒരു തമാശയൊക്കെ കാണാൻ, മനസ്സിന് റിലാക്സ് ആക്കാൻ കുറച്ച് കഴിയട്ടെ സാർ. ഇപ്പൊ അതിനൊന്നും പറ്റിയ സമയമല്ല
എന്നൊക്കെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ ചിരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഉല്ലസിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ജീവിതം ആസ്വദിച്ചാൽ, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാ ഇഷ്യൂസും മാറും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചത് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ നമ്മൾ ജീവിതം ആസ്വദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ തമാശകളും രസങ്ങളും വിനോദങ്ങളും സന്തോഷവും റിലാക്സേഷനും, എത്രയോ ആൾക്കാർ, ഞാനിത് പറയാൻ കാരണം, ഒരാൾ എനിക്കൊരു വോയിസ് ഇട്ടു. ആ വോയിസ് എന്റെ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല. അപ്പൊ ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഒരു വോയിസ്, സാറേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ, ഒരുപാട് ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടായില്ല സാർ. സാറുടെ ഈ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ അവസരമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം സാർ എന്ന് എനിക്കൊരു വോയിസ് ഇട്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏത് ട്രെയിനിനടുത്ത് പോയാലും എവിടെ പോയാലും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ അകത്ത് മാറ്റുവാനുള്ള ടൂൾസാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കാൻ ഹാപ്പി പാർക്ക് സന്നദ്ധമാണ്, ഒരു സംശയമില്ല. വി ആർ റെഡി ടു ഹെൽപ്പ് യു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും വലിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഒന്നുകിൽ EFTയിലോ അല്ലെങ്കിൽ ട്രഷറിലോ ഒക്കെ ഒന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ പങ്കെടുക്കാം സാർ. മനസ്സിലായോ? പക്ഷേ ഞാൻ ചോദിച്ചു, ഞാൻ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ചോദിച്ചു, ഇന്ന ആൾക്കാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പൊ അവരൊന്നും ഇങ്ങനെ പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടില്ല. എന്താ കാരണം? അവരുടെ ഉള്ളിൽ ഉള്ളതിന്റെ നേരെ പ്രിന്റ് ഔട്ട്. അവരൊക്കെ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, സാറേ ഇതിലൊക്കെ പങ്കെടുക്കാം സാർ, എല്ലാത്തിനും ഞങ്ങൾ പങ്കെടുക്കാം, മണി മൈൻഡ് സെറ്റോ ട്രഷറോ EFTയോ ഏത് ഉലകത്തിലും ഞങ്ങൾ വരാം സാർ, പക്ഷെ ഈ പ്രശ്നങ്ങൾ തീരണ്ട സാർ എന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പൊ അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് മാത്രമാണ്. ഒരിക്കൽ കൂടി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മളെ വീട്ടില് അതിസങ്കീർണമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ ഒത്തിരി ഇഷ്യൂസ്. ഈ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിയുള്ള ഒരു പിതാവ് പറയാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും വെക്കേഷൻ അല്ലേ, നമുക്കൊരു മനോഹരമായ യാത്ര പോവാം, ഒരു ടൂർ പോവാം, നമുക്കൊരു അടിച്ചുപൊളി ഒരു കുളു മണാലി പോവാം എന്ന് പറഞ്ഞ് അവിടെ ഒരു പോസിറ്റിവിറ്റി നിറച്ചാൽ ഓൾമോസ്റ്റ് ആ ഇഷ്യൂ തീരും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ആ സമയത്ത് ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതെ ഇവന് ഇങ്ങനെ പറഞ്ഞാൽ ഇതിന് പരിഹാരം കാണാതെ ഞാൻ എങ്ങനെ അടുത്ത ഇഷ്ടപ്പെടും? അവൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഇവൾ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നിട്ട് ആ പ്രശ്നത്തിൽ തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും ടൂർ ഈ നേരത്തെ മിണ്ടിപ്പോരുത്, ടൂറ് മനുഷ്യന് തീ കത്തുമ്പോഴാ എന്നൊക്കെ പറഞ്ഞു ഒരുത്തൻ അവിടെ ഇരുന്നാൽ അത് സങ്കീർണമായി ഒരുപക്ഷെ ചെറിയൊരു പ്രശ്നമായിരിക്കാം, അത് പിന്നെ ഒരു സ്പാർക്ക് ഒരുപക്ഷെ വീട് മുഴുവനും കത്തി അമരുന്നത് വരെ അതിലേക്ക് വരെ കലാശിച്ചേക്കാം. ഇതാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളുണ്ട് സാർ, പ്രതിസന്ധി ഉണ്ട് സാർ, പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊന്നും ആവില്ല, ചിരിക്കാനൊന്നും ആവില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒറ്റ കാര്യം, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിരിക്കുക, കളിക്കുക, വിനോദത്തിൽ ഏർപ്പെടുക. മനസ്സിലായോ? നമ്മളിങ്ങനെ ഹാപ്പിയിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുക, ചിരിച്ച് കളിച്ച് ഹാപ്പിയായി, വളരെ ഹാപ്പിയാ. ഈ സമയത്ത് നമ്മൾ ടൂർ പോവാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓൾറെഡി ഹാപ്പിയാണ്. ആ സമയത്തല്ല
നമുക്ക് ടൂർ പോകേണ്ടത് എപ്പോഴാണ്? നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ്. എന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ അകത്തെ ബ്ലൂ പ്രിന്റ് എന്താണോ ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ചല്ലാതെ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രോഗ്രാമിലും പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് ആണ് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. അതാണ് അവിടെ നമുക്ക് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ചിന്താഗതിയും കാഴ്ചപ്പാടും ഫീലിങ്ങും അറിവും വെളിച്ചവുമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതായിരിക്കും. അതല്ല, അവിടെ പകരം വീട്ടണം, പക തീർക്കണം, ഭാര്യയോട് പക തീർക്കണം, ഭർത്താവിനോട് തീർക്കണം, സഹോദരങ്ങളോട് അവർക്ക് പണി കൊടുക്കണം, അല്ലെങ്കിൽ അയൽക്കാരന് പണി കൊടുക്കണം, അവനേക്കാൾ ഉയരണം, ഇങ്ങനെയുള്ള മത്സര ബുദ്ധിയാണ് നമ്മുടെ അകത്തെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ സമയത്തെ നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ശക്തി ആ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും, ആ ഒരു പിശാചായിരിക്കും, ആ ഒരു എന്താ പറയാ പൈശാചികതയായിരിക്കും. ഈ പൈശാചികതയെ ദൈവമാക്കി ഞാനിത് എത്ര തവണ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഈ സാത്താനിക് ഫീലിങ്ങിനെ, പൈശാചികമായ ഈ ഫീലിങ്ങിനെ ദൈവമാക്കി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ രക്ഷപ്പെടും? അവർക്കെപ്പോഴും അവരുടെ പ്രിന്റ് കിട്ടുന്നത്, അവരുടെ സോഫ്റ്റ് കോപ്പി, അവരുടെ ഒറിജിനൽ കോപ്പി, ഉള്ളിലുള്ള കോപ്പി ഈ പൈശാചികതയാണെങ്കിൽ പ്രിന്റ് എടുത്താൽ കിട്ടുന്നത് ഈ പൈശാചികതയായി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പ്ലീസ് ടൈപ്പ്. എത്രയോ ആളുകൾ നമ്മുടെ സൂം, വലിയ സൂമാണ്, 500 കവിഞ്ഞു, 600 കവിഞ്ഞു. ഒത്തിരി ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ഞാനിത് നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അതായത് സാറേ എൻ്റെ ഇഷ്യൂസ് ഒക്കെ തീരണം സാറേ, എന്നിട്ട് ഞാൻ സാറ് പറഞ്ഞൊക്കെ ചെയ്യാം സാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരാള് എൻ്റെ FBയുടെ താഴെ ഒരു കമാൻഡ് ഇട്ടു. അതിൽ നമ്മുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ എങ്ങനെയായിരുന്നു? നിങ്ങളെ കടങ്ങളൊക്കെ വിട്ടാം, സ്വസ്ഥമായി ജീവിക്കാം, ഹാപ്പിയായി ജീവിക്കാം, കാരണം അതൊക്കെ അകത്തെ പ്രോഗ്രാമിംഗ് ആണ്, ഇങ്ങനെ സൗജന്യ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇട്ടപ്പോൾ താഴെ ഒരാൾ കമാൻഡ് ഇട്ടു, തനിക്ക് ഈ കടബാധ്യതയിൽ കുടുങ്ങി നിൽക്കുന്നവനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം അല്ലേ മുതലെടുക്കാൻ. മനസ്സിലായില്ല. ഓൾറെഡി ഫിനാൻഷ്യൽ ക്രൈസിസിൽ കുടുങ്ങിയിരിക്കുക ഞങ്ങളെ വെച്ചിട്ട് വേണോ താങ്കൾക്ക് മുതലെടുക്കാൻ എന്ന് ഒരാൾ കമാൻഡ്. അപ്പോ ഇവരൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് അങ്ങനെ കമാൻഡ് ഒരാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹാപ്പിയായ സമൃദ്ധിയുള്ള ഒരു ജീവിതമാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാക്ക് അവിടെ പറയാം, സംശയമൊന്നുമില്ല. ഇതിനൊന്നും ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ വളരെ റിച്ചാണ്, എൻ്റെ അടുത്ത് കോടിക്കണക്കിന് രൂപയുണ്ട്, ഞാൻ ഹെൽത്തിയാണ്, വെൽത്തിയാണ്, സമൂഹത്തിൽ എനിക്ക് സ്റ്റാറ്റസ് ഉണ്ട് എന്ന് അയാൾക്ക് പറയാം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും ഈ രൂപത്തിലുള്ള നെഗറ്റിവിറ്റികളൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ അന്ന് ഉച്ചക്ക് ചോറ് വെക്കുവാനുള്ള അരി വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും അങ്ങനത്തെ ആളുകൾ. അതും അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ കയ്യിൽ വയറോ ഒട്ടിയത്, മനസ്സ് ഒട്ടിയത്, കീശയം ഒട്ടിയത്, ഈ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരിക്കും
99.9% അങ്ങനെയുള്ള മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ പറയപ്പെട്ട ദരിദ്രന്റെയും ഈ പറയപ്പെട്ട എന്താ പറയാ ധനവാന്റെയും എല്ലാവരുടെയും മനസ്സ് എന്ന് പറയുന്നത് ഒരേപോലെയാണ്. ബ്രെയിനിന്റെ ചുരുളുകൾ ഒരേപോലെയാണ്. ബ്രെയിനിന്റെ പ്രവർത്തനം ഒരേപോലെയാണ്. ഒരു വ്യത്യാസവുമില്ല. ഏതുപോലെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, വിഷം വളരുന്ന മണ്ണും, ആരാണ് ഈ റെക്കോർഡിംഗ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നും ഒഴിവാക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. ഓഫ് ആക്കും. ഡോണ്ട് ഡിസ്റ്റർബ്. ഒന്ന് ഓഫ് ആക്കും. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറയുന്നത്, ഒരേ മണ്ണിൽ നമുക്ക് വിഷത്തിന്റെ വിത്ത് നടാം. അതേ സ്ഥലത്ത് നിന്ന് ആ വിത്ത് മാന്തിയിട്ട് നമുക്ക് എന്താ പറയാ ഔഷധത്തിന്റെ വിത്ത് നടാം. അതേ മണ്ണിൽ നിന്ന് ആ വിത്ത് മാന്തിയിട്ട് നമുക്കവിടെ എന്താ പറയാ കരിമ്പിന്റെ വിത്ത് നടാം. അതേ മണ്ണിൽ നിന്ന് അത് മാന്തിയിട്ട് അത് കുഴിച്ചെടുത്തിട്ട് നമുക്ക് ചോളത്തിന്റെ വിത്ത് നടാം. ഒരേ സ്ഥലത്ത് ഒരേ ഭൂമി does not have any different. ഒരേ ഭൂമി. ഈ ദരിദ്രരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ ദരിദ്രരായ ആളുകൾക്ക്, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പണം ഇല്ലായ്മ മാത്രമല്ല. ഒരാൾക്ക് നല്ലോണം പണമുണ്ട്, പക്ഷെ ഭാര്യയുമായിട്ട് ഒത്തുപോകുന്നില്ല, അയാളും ദരിദ്രനാണ്. അല്ലെങ്കിൽ ഭാര്യക്കൊക്കെ മക്കളുമായിട്ട് ഇഷ്യൂ ആണ്, അയാളും ദരിദ്രനാണ്. മക്കളും ഭാര്യക്കൊക്കെ സഹോദരന്മാരുമായി പ്രശ്നം, അയാളും ദരിദ്രനാണ്. പണം മാത്രമല്ല, പണം വലിയൊരു ഘടകമാണ്. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഘടകമാണ്. ഒരാളെ കയ്യിൽ 500 കോടിയുണ്ട്, അയാൾക്ക് സ്നേഹിക്കാൻ ഒരാളില്ല, അയാളോട് സംസാരിക്കാൻ ഒരാളില്ല, അയാൾക്ക് തലോടുവാൻ, തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, തൻ്റെ ഉള്ളിലെ ഓമനത്വം പ്രകടിപ്പിക്കുവാൻ ഒരാളില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആ മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല. അയാൾ പരിപൂർണമായും ലൈഫിൽ വിഷാദ രോഗം അനുഭവിക്കും. എന്തുകൊണ്ട്? പണം ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ തന്നെ സ്നേഹിക്കാൻ ആളില്ല, തന്നോട് സംസാരിക്കാൻ ആളില്ല, തനിക്കൊന്ന് തലോടുവാൻ ഒരു പെറ്റില്ല, തൻ്റെ ഉള്ളിലെ ഓമനത്വം പ്രകടിപ്പിക്കുവാൻ ഒരു സ്പേസ് ഇല്ല. പണം മാത്രം മതിയോ? പണവും വേണം, ബാക്കിയുള്ളതെല്ലാം വേണം. മനസ്സിലായോ? അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യവും, ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ 2025 സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒത്തിരി വീഡിയോസ്. ഈ വീഡിയോസിൽ മുഴുവനും ഞാൻ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം ഇത് ആവർത്തിച്ച് ഒത്തിരി ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ടാവും, കേട്ട ആൾക്കാർ തന്നെ ഇത് മനസ്സിലാക്കൽ ഒരു പക്ഷേ ഒന്നുകൂടി കേൾക്കുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അതായത്, നമ്മുടെ ഇന്നത്തെ കുടുംബജീവിതം കൃത്യമായ ബ്ലൂ പ്രിന്റിന്റെ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയുടെ, ഒറിജിനൽ കോപ്പിയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. കോപ്പിയാണ് പുറത്ത് കാണുന്നത്. നമ്മുടെ സമ്പത്ത് എല്ലാം, ഇനി ഒന്നും പറയണ്ട, എല്ലാം. മനസ്സിലായില്ല? ഈ ചില ആളുകളുണ്ടല്ലേ, ഈ എന്താ പറയാ, വലിയ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ പലപ്പോഴും വലിയ അന്ധവിശ്വാസികളായ ആള്, അന്ധമായിട്ട് ലോജിക്ക് പോലും ഉപയോഗിക്കാതെ, ബുദ്ധി പോലും ഉപയോഗിക്കാതെ
എത്രയോ ആളുകൾ നോക്കൂ, നിങ്ങൾ നരബലി പോലുള്ള ചില സംഗതികളൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അതിനൊക്കെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അകത്ത് അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യും. എഡ്യൂക്കേഷൻ ഒന്നും ഇതിന്റെ ഒരു മാനദണ്ഡമല്ല. മനസ്സിലായില്ലേ? ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, ഹൈലി റിലീജിയസ് ആയ ആൾക്കാരുണ്ട്, ഹൈലി ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത, അതേപോലെ ഇതൊക്കെ ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ അല്ല ഇതിന്റെ മാനദണ്ഡം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. പകരം നമുക്ക് ലഭിക്കേണ്ട അറിവുകൾ, നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കുകയല്ല, നമ്മുടെ അകത്ത് ഈ പറയപ്പെട്ട ഒറിജിനൽ മൂല കോപ്പിയിൽ ഇടപെടുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് ലഭിക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഒരുപാട് ടൈപ്പ് എഡ്യൂക്കേഷൻ ഉണ്ട്. നമ്മുടെ അകത്ത് അതിശക്തമായ മാറ്റം കൊണ്ടുവന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അനുഭവിക്കണം. നമ്മൾ ഒരു കാർ ഓട്ടാൻ വേണ്ടി നമ്മളോട് എത്ര ഇങ്ങനെയാണ് അതിന്റെ ക്ലച്ച് പിടിക്കേണ്ടത്, ഇങ്ങനെയാണ് ബ്രേക്ക് പിടിക്കേണ്ടത്, ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, അവിടെ നിന്ന് ഒരു വാഹനം വരുമ്പോൾ ഇതൊക്കെ നമ്മളോട് എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാവും, പക്ഷെ പ്രാവർത്തികമാക്കുവാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ 10 ടിപ്സ്, ആ ടിപ്സ് അങ്ങനെ പറഞ്ഞു പോവാ, ഇതൊക്കെ പഠിച്ചാൽ ഇതൊക്കെ പാലിച്ചാൽ വിജയിക്കാമല്ലേ എന്ന് കേട്ട് പോവാന്നുള്ളതല്ലാതെ അതൊക്കെ വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്നും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഈ ഒരു നിമിഷത്തിൽ സന്തോഷിക്കുക. എനിക്ക് നിങ്ങളോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ള കാര്യമാണ്, ആർ യു റെഡി മൈ ഡിയർ ഫ്രണ്ട്സ്? ഈ നിമിഷത്തിൽ സന്തോഷിക്കുവാനുള്ള എന്തെങ്കിലും വകുപ്പ് നമ്മൾ ഉണ്ടാക്കണം. സന്തോഷിക്കുക, ഉല്ലസിക്കുക, സമാധാനപ്പെടുക, ആനന്ദപ്പെടുക. സന്തോഷിക്കാൻ പോലും പേടിയാ ചില ആൾക്കാർക്ക്. സാറേ, ഞാനെങ്ങാനും സന്തോഷിച്ചാൽ എനിക്ക് വല്ല വിപത്തും വന്നു പെടുമോ സാർ? മിക്കവാറും അവർക്ക് വന്നുപെടും. ഇതൊക്കെയായിരുന്നു ഞാനൊക്കെ നേരത്തെ നമ്മുടെയൊക്കെ ആൾക്കാർ, നമ്മളൊക്കെ പോറ്റിയ മാതാപിതാക്കള്, രക്ഷിതാക്കള്, നമ്മുടെയൊക്കെ ഉള്ള ചുറ്റുമുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു, എന്ന് മോനെ അധികം ചിരിക്കരുത് കേട്ടോ, കരയേണ്ടി വരും. മനസ്സിലായില്ലേ? പൊട്ടി ചിരിക്കരുത്, പ്രത്യേകിച്ച് ലേഡീസ് ഒന്നും അങ്ങനെ തീരെ പാടില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് എനിക്കൊക്കെ ഉണ്ട്, നിങ്ങളും ഞാനും ഒക്കെ വ്യത്യസ്തരല്ല, ഒരേ സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഹാപ്പി ആവാൻ തീരുമാനിച്ചു, സന്തോഷിക്കാൻ തീരുമാനിച്ചു, സമാധാനം ജീവിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഉള്ളിൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആയി. ഇപ്പൊ നമുക്ക് സമാധാനം, സന്തോഷം തന്നെയുള്ളൂ. ആവശ്യമില്ലാത്ത നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോ ഹാപ്പി പാർക്കിന്റെ കൂടെ യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ച് ട്രഷർ പോലുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവർക്കും 100% ഈ അനുഭവമായിരിക്കും ഉണ്ടാവും. ഈ സമയത്ത് സന്തോഷിക്കുക. ഈ സാറേ, എൻ്റെ ഇപ്പോ ഇത് കഴിഞ്ഞപ്പോൾ നാളെ മെഡിറ്റേഷൻ ക്ലബിലുണ്ട്, സോറി റിച്ച് വൈബ് ക്ലബ് നാളെ രാവിലെ ഉണ്ട്. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം, എല്ലാവരും പങ്കെടുത്തു, ഒത്തിരി ആൾക്കാർ. ഇതിൽ പലരും നാളെ വരില്ല. എന്താ കാര്യം? സാറേ, ഞാൻ വരാനൊക്കെ ആഗ്രഹമുണ്ട് സാറേ, കുറേ ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതൊക്കെ തീർന്നിട്ട് 6:30 ഞാൻ വരാം സാർ. മനസ്സിലായോ? അപ്പം അവരുടെ ഒറിജിനൽ കോപ്പി നമ്മൾ ഒന്നും കൂടി മഷിയുടെ മുകളിൽ പകർത്തി എഴുതിയത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലാണ് ഉള്ളത്, എനിക്കിപ്പോ ഇതിന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇത് നേരത്തെ മൂലകോപ്പിയിലുണ്ട്, അത് ഒന്നുകൂടി ഒരു പേന എടുത്ത് ഒന്നുകൂടി അത് അവിടെ എഴുതിയതിന്. ഇതല്ലേ ഭൂരിപക്ഷ ആൾക്കാരും ചെയ്യുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്ത്, ഇതാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോപ്പിയിൽ ഇടപെട്ടുകൊണ്ട്, ഇവിടെ ഇടപെട്ടുകൊണ്ട്, അതാണ് ഈ റിച്ച് വൈബ് ക്ലബ്ബ്, മണി മൈൻഡ് സെറ്റ്, ട്രഷർ, EFT ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ ഇല്ലേ? എത്ര പ്രതിസന്ധിയിലായിരുന്നു ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്?
ഇപ്പൊ കുറെ നാളുകളായിട്ട് മനസ്സിൽ എപ്പോഴും ഉല്ലാസവും സന്തോഷവും നല്ല അനുഭവങ്ങളും നല്ല വ്യക്തികളും ജീവിതത്തിലോട്ട് കടന്നു വന്ന് ഒരു വളരെ ഹാപ്പി ആയ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലേ? ഇപ്പൊ ട്രഷറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിച്ചേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്ന് സംസാരിച്ച് മൈക്ക് ഓൺ ആക്കി സംസാരിച്ചേ. ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ സംസാരിച്ച് മൈക്ക് ഓൺ ആക്കി സംസാരിക്കും. ഉല്ലാസത്തോടു കൂടി ഇത്രയും നാൾ പോയിട്ട് വല്ല പ്രശ്നം വരുന്നുണ്ടോ? ഒന്ന് സംസാരിച്ചേ. മൈക്ക് ഓൺ ആക്കി സംസാരിച്ചേ. ഉല്ലാസത്തോടു കൂടി പോകാൻ പറ്റുന്നില്ലേ? ടൈപ്പ് ചെയ്തായിരുന്നു. അപ്പോ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും സംസാരിച്ചത്. എനിക്ക് ചെറിയൊരു ഒരു 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 പ്രോഗ്രാം കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എല്ലാ ദിവസവും രാവിലെ അല്പസമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. അതേപോലെ തന്നെ സാന്ദർഭികമായിട്ട് പറയാണ്, പണത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്, മണി മൈൻഡ് സെറ്റ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ട് കാണും. അടുത്ത 7-ാം തീയതി, അടുത്ത ബുധനാഴ്ചയാണ് ആ കോഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഡേ. സാറേ, ബാധ്യതയൊക്കെ തീർന്നിട്ട് അതിന് വരാം എന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പങ്കെടുക്കുക. അപ്പം ബാധ്യതയൊക്കെ തീരാനുള്ള വഴികൾ തുറന്നു കിട്ടും. നമ്മൾ ഒരുപാട് കാലം നമ്മളായിട്ട് കുറേ ചെയ്തു, ഒരു റിസൾട്ടും കിട്ടിയില്ല. ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇനി ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഈ വിഷയത്തിൽ ഒരു 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 കൃത്യമായ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തകർന്നടിഞ്ഞ് ഈ രൂപത്തിലെത്തിയത്. വീണ്ടും നമുക്കൊരു ഹെൽപ്പിംഗ് വേണ്ട, ഹെൽപ്പിംഗ് എടുക്കാൻ നമ്മൾ റെഡിയല്ല. വീണ്ടും ഇത് ഈ അവസ്ഥയിൽ തന്നെ പോയാൽ ഏത് കാലത്ത് രക്ഷപ്പെടും പ്രിയപ്പെട്ടു? അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കും. ഇത് ഹാപ്പി പാർക്കിന്റെ ഈ കാലഘട്ടത്തിന് ഒരു നിയോഗം എന്ന രൂപത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 2005, 2006 കാലത്ത് ലോകം മുഴുവൻ, ലോകത്ത് ലക്ഷോപലക്ഷം ആളുകളുടെ ലൈഫിൽ ശക്തമായ പരിവർത്തനം വരുത്തിയതാണ് ദ സീക്രട്ട് എന്ന പുസ്തകം. ഇപ്പൊ അത് ആൾക്കാർക്ക് അത് ശ്രദ്ധിക്കുന്നില്ല ആളുകൾ. പക്ഷേ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഒത്തിരി മാറ്റമുണ്ട്. 2005, 2006 കാലഘട്ടത്തിൽ, ഇത് 2025, 26 കാലഘട്ടം കേരളത്തിൽ ഇതിന് സമാനമായ മാറ്റം വരാൻ വേണ്ടി പോവാം. അത് അനേകം ആൾക്കാരിലൂടെ സംഭവിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയുള്ള ആളുകൾക്ക് കോടികൾ വന്നു. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് മാത്രമല്ല, ശാരീരികമായിട്ട്, കുടുംബപരമായിട്ട് എല്ലാം സമ്പൂർണമായ മാറ്റത്തിനും സന്തോഷത്തിനും ഉല്ലാസത്തിനും വഴി തുറന്നു. ഈ ഒരു വിപ്ലവം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ണടച്ച് അത് പോവട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ നിലവിലുള്ള പ്രശ്നത്തിന്റെ മുകളിൽ ഈ പ്രശ്നം കുറച്ചുകൂടി സ്ഥിരപ്പെടാൻ വേണ്ടി കളർ കൂട്ടി എഴുതുന്നതിന് സമാനമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത 7-ാം തീയതിയാണ് ആ പ്രോഗ്രാം. മണി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ റിച്ച്നെസ് മൈൻഡ് സെറ്റ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. സോ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, എത്ര ആളുകൾക്ക് അടുത്ത ആഴ്ച നടത്തുന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഐ ആം അല്ലെങ്കിൽ ഐ ആം ടൈപ്പ് ചെയ്താൽ മതി. എത്ര ആളുകൾക്ക്? നേരത്തെ പങ്കെടുത്തവരാരും പങ്കെടുക്കണ്ട, നേരത്തെ പങ്കെടുത്തവരല്ല, പുതിയ ആളുകൾ പങ്കെടുത്താൽ മതി. കാരണം നിങ്ങൾക്ക് അതിന്റെ സംഭവം ഉണ്ടാവും. യെസ് ഐ ആം. ഒത്തിരി ആൾക്കാർ ഐ ആം. ഓക്കെ, വെയിറ്റ് ചെയ്യാതെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ അത് നിങ്ങൾ യെസ് ഒത്തിരി ആളുകൾ യെസ് ഐ ആം. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് മാറാനുള്ള, ഈ നിമിഷം നമ്മുടെ കയ്യിലുള്ളൂ. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു. എത്രയോ ആളുകൾ എന്നാലും സാറേ ഞാൻ അവളെ എങ്ങനെ സ്നേഹിച്ചതായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതൊക്കെ കഴിഞ്ഞു പോയി പ്രിയപ്പെട്ടു. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ നിമിഷമാണ് നമ്മുടെ കൈവശം. ഈ നിമിഷത്തിൽ ഇടപെടാൻ നമുക്ക് പറ്റും. അപ്പോഴേ മാറൂ ജീവിതം, യാതൊരു സംശയവും. ശരി, ഒത്തിരി ആൾക്കാർ ഐ ആം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ അവരൊന്ന് സാറേ അവർക്ക് ഒന്ന് ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചു കൊടുക്കാം. ഗ്രൂപ്പിൽ മൊത്തത്തിൽ അയക്കാം.
ഒന്ന് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കിട്ടും. ഒറ്റ കാര്യം ചോദിക്കട്ടെ, അതിനു മുമ്പ് ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നിമിഷം സന്തോഷിക്കുവാൻ റെഡിയാണോ? യെസ് ഓർ നോ? ഈ നിമിഷം ഹാപ്പി ആയിരിക്കാൻ റെഡിയാണോ? മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ വിജയിച്ചിരിക്കും. ശരി, മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, ശരി, ക്ലിയർ ആയില്ലേ? പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റെഡി അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? സംസാരിച്ചു. താങ്ക് യു സർ. ഓക്കെ, റെഡിയാണ് സർ, റെഡിയാണ്. ശരി, വളരെ സന്തോഷം. മുഴുവൻ നന്ദി അറിയിക്കുന്നു. സാർ, ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ സാർ. ഓക്കെ, മൈൻഡ് സെറ്റ് പ്രോഗ്രാം 10 ദിവസത്തെ ഓൺലൈൻ കോഴ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 7 ബുധനാഴ്ച. തുടർച്ചയായി 10 ദിവസമാണ് പ്രോഗ്രാം. സമയം രാവിലെ 7 മണി തൊട്ട് 8 മണി വരെയാണ് പ്രോഗ്രാം. ഇന്ത്യൻ സമയമാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിന്റെ റെക്കോർഡിങ്, അഫർമേഷന് വർക്കുകൾ അയച്ചു തരും. ഡിസ്കഷന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാകും. അങ്ങനെ 10 ദിവസത്തെ പ്രോഗ്രാമാണ്. നിലവിൽ 5ാമത്തെ ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഫീസ് എത്രയെന്നായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഫീസ് വളരെ ലളിതമായ ഫീസാണ്. വെറും 1999 ആണ് വരുന്നത്. അപ്പോൾ 1999 രൂപ എന്ന് പറയുന്നത് ഒരു ചുരിദാർ വാങ്ങുന്ന പൈസ ഇല്ല. അതുകൊണ്ട് ആമസോണിൽ നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാർ, ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഇതിൽ അയച്ചു കൊടുത്തോളൂ. പിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒന്ന് പറഞ്ഞോളൂ സാർ. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അടിയിൽ അയക്കാം. ഓക്കെ, ഞാൻ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ലിങ്കില് ആ നമ്പർ ഉണ്ടാവും. സാർ, ഇപ്പൊ തന്നെ ഏതാ ചാറ്റ് ബോക്സിൽ ഇപ്പൊ തന്നെ നമ്പർ ഒന്ന് ഇട്ടാലേ. ചാറ്റ് ബോക്സിൽ നമ്പറുണ്ട് സാർ, നമ്പറുണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിന്റെ ഒരു ഹെയർ സെഷൻ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നൈറ്റിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതിന്റെ ഡീറ്റെയിൽസ് പറയും, സാറ് പറയും. ഇതാണ് നമ്പർ. ഈ നമ്പർ ഒന്ന് എല്ലാവരും സാറേ ആ നമ്പറിന് സ്ലൈഡിൽ കൊടുത്താണ്. സ്ലൈഡിൽ കൊടുക്കാൻ സ്ലൈഡിൽ കൊടുക്കും. ഇതാണ് നമ്പർ. ഓക്കെ, ക്ലിയർ? ഓക്കെ സർ, താങ്ക് യു. ക്ലിയർ ആയി. ഓക്കെ, ഓക്കെ, മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. സഫീന ഇതിൽ പങ്കെടുത്തല്ലേ? സഫീന ബീബി മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തല്ലേ? പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തതാ. കഴിഞ്ഞ ബാച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം? സൂപ്പർ ആയിരുന്നു സാർ, അടിപൊളിയാ. ഇപ്പോഴും വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല മാറ്റമുണ്ട് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാമ്പത്തികമായിട്ട് മാത്രം വന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി റിലേഷനും ഹെൽത്തും എല്ലാം നല്ല രീതിയിലാവുന്നുണ്ട് സാർ. ബാക്കിയെല്ലാം വഴിയെ വന്നോളൂ ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും. ആദ്യം ഇതാണ് ശരിയാവേണ്ടത്. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ തന്നെ കോടികൾ വരിക എന്നുള്ളതല്ല. കോടികൾ വരണമെങ്കിൽ ആദ്യം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവണം. അത് റെഡിയായാൽ ബാക്കിയുള്ളത് തീർച്ചയായിട്ടും. പക്ഷേ സാമ്പത്തികം വരാനുള്ള വഴികൾ പഠിച്ചെടുത്തോ? എടുത്തു സാർ, എടുത്തു. ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, അതിന്റെ വഴികൾ മനസ്സിലായില്ലേ? എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. 100% മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ചിന്തകളെല്ലാം മാറ്റി അതെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു ബിൽഡിങ് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാവില്ല. പണി തുടങ്ങി ആ സമയമാകുമ്പോൾ അത് പൂർത്തിയാവും. പിന്നെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനേക്കാൾ ഡീപ്പായിട്ട് ഒരു അവയർനെസ് പണത്തെക്കുറിച്ചും പണം വരാനുള്ളതിനെ കുറിച്ചും വേറെ ലഭിക്കുമോ എന്നത് പ്രയാസമാണ്. വേറെ ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ ഒരു 10 ദിവസത്തെ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന അത്രയും ഡീപ്പ്, അതിനേക്കാൾ ഡീപ്പിൽ പണത്തെക്കുറിച്ചും ഈ കാര്യത്തെക്കുറിച്ചും പഠിക്കാൻ
മറ്റൊരു ചാൻസ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പൊ നിങ്ങൾ അഭിപ്രായം എന്താ? അപ്പൊ ഒന്ന് പറഞ്ഞോളൂ. അതിൽ പങ്കെടുത്ത ഒരാൾക്ക് സംസാരിക്കും. ശരിയല്ലേ? ശരിയാണ് സാറേ. ശരിയാണ് സർ. നമ്മളെ ഈ ഒരു മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തുകൊണ്ട് 10 ദിവസത്തെ ആ ഒരു ക്ലാസ് കഴിഞ്ഞതോടു കൂടി തന്നെ ഏകദേശം നമ്മുടെ മൈൻഡിനെയൊക്കെ ഫ്രീ ആക്കാനും എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, എല്ലാ കാര്യങ്ങളും. പിന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ബിസിനസ് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രൂപരേഖ വരെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള വരെ നമുക്ക് മൈൻഡിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് സാറേ. അങ്ങനത്തെ ഒരു ക്ലാസ് സാറ് തന്നോണ്ട് സാറിന് ഒരുപാട് നന്ദി. താങ്ക്സ് സാർ. വളരെ സന്തോഷം. ട്രഷറിലില്ലേ നിങ്ങള്? ആ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതം മാറി എന്നത് ഇപ്പോൾ തന്നെ അഗ്രിമെന്റിൽ എഴുതി ഒപ്പിടാം. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ സാറേ. ഒന്ന് ക്ലോസ് ചെയ്തോളൂ സാർ, ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. യെസ്, നിങ്ങളെ എല്ലാ ഗ്രൂപ്പിലും പുതിയ പ്രോഗ്രാമിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതില് ജോയിൻ ചെയ്തോളൂ. ഡീറ്റെയിൽസ് ആ ഗ്രൂപ്പിലൂടെ കിട്ടും. ഇനി നിങ്ങളെ ഗ്രൂപ്പിലെ അഡ്മിനുമായിട്ടും ബന്ധപ്പെടാം. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അവരുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ഫില്ലാക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇതിന്റെ ബാക്കി കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യലായിട്ടൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതാണ്. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ പ്രോഗ്രാം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ 9 മണിയല്ലേ? ഏതാ? ആ രാത്രി 8 9 നമുക്ക് നോക്കാം, നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് അത് അനൗൺസ് ചെയ്യാം. രാത്രി 8 മണിയോ 9 മണിയോ. 9 മണിയാണ്. അപ്പം കുറച്ചുകൂടി വിദേശത്തുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ആയിരിക്കും നന്നാവുക അല്ലേ? അതെ. നോക്കാം. ശരി, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബിലും ഇതിലും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് let's wind up today. Thank you, sir. Thank you, sir. Thank you, sir.